നമസ്കാരം, എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലാസ്റ്റ് പോർഷനാണ്, 3rd ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം, ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെയും സോഡിയം ക്ലോറൈഡ് ലായനിയുടെയും വൈദ്യുത വിശ്ലേഷണം പറഞ്ഞായിരുന്നു. ഒപ്പം നമ്മൾ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ചില ഉപയോഗങ്ങളും പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ചാണ്, വൈദ്യുത ലേപനത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ വൈദ്യുത ലേപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈദ്യുത വിശ്ലേഷണം എന്നുള്ള പ്രക്രിയയെ ഉപയോഗപ്പെടുത്തി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇത് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ യൂസിങ് ഇലക്ട്രോലിസിസ് ഈസ് കോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുന്നു. എന്തുപയോഗിച്ചു? വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്തി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് വിളിച്ചത്. ഓക്കെ, ദ കോട്ടിംഗ് ഓഫ് one metal over another using electrolysis is called electroplating അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് വിളിച്ചു. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്തിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഒരു മെറ്റലിന് പുറത്ത് മറ്റൊരു മെറ്റലിൻ്റെ ആവരണം അല്ലെങ്കിൽ കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് ദി മെറ്റൽ. ഒന്നെന്ന് പറയുന്നത് ആ ലോഹത്തിൻ്റെ ഭംഗി നമുക്ക് കൂട്ടാൻ പറ്റും. ഒപ്പം ഇറ്റ് വിൽ റെഡ്യൂസ് ദ മെറ്റാലിക് കൊറോഷൻ. നമ്മൾ ലോഹനാശനത്തെ ഒരു പരിധിവരെ നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ വേണ്ടി തടയാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളൊരു മെറ്റലിന് പുറത്ത് മറ്റൊരു മെറ്റലിൻ്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നെന്ന് പറയുന്നത് മെറ്റാലിക് കൊറോഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ അതിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും ഗോൾഡ് കവറിങ് ഓർണമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, സ്വർണ്ണം പൂശിയ ആഭരണങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അയൺ നെയിലിനകത്ത് സിൽവർ കോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ ക്രോമിയം കോട്ടഡ് ഹാൻഡിൽ ബാറുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത്, ഏത് ലോഹമാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ശുദ്ധമായ ഒരു മെറ്റൽ എടുക്കും. ദ പ്യുവർ മെറ്റൽ ഈസ് ടേക്കൺ. ദ മെറ്റൽ ടു ബി കോട്ടഡ് ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. നമ്മൾ ഏത് ലോഹമാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കും. ഇനി നമ്മൾ എന്തിലോട്ടാണോ കോട്ട് ചെയ്യുന്നത്, മെറ്റൽ ടു വിച്ച് ഇറ്റ് ഈസ് കോട്ടഡ്, നമ്മൾ ഏത് ലോഹത്തിലോട്ടാണോ കോട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് ലോഹമാണോ കോട്ട് ചെയ്യുന്നത്, ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോലൈറ്റ്. നമ്മൾ അതിൻ്റെ ഒരു ലവണ ലായനി എടുത്തിട്ട് നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കുന്നു, ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഉപയോഗിക്കുന്നു. നമുക്കൊരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു അയൺ ബാങ്കിലോട്ട് കോപ്പർ കോട്ട് ചെയ്യും. കോട്ടിംഗ് ഓഫ് കോപ്പർ ഓവർ അയൺ ബാങ്കിൾ. ഒരു ഇരുമ്പ് വളയിൽ കോപ്പർ പൂശാൻ പോവുകയാണ്. അതിനുള്ള ക്രമീകരണം ഞാനൊന്ന് വരച്ച് കാണിക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, ഒരു ബീക്കർ എടുക്കുന്നു. നമ്മൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോപ്പറാണ്. സോ എ പ്യുവർ കോപ്പർ മെറ്റൽ ഈസ് ടേക്കൺ, എ കോപ്പർ റോഡ് ഈസ് ടേക്കൺ. ഒരു കോപ്പർ പ്ലേറ്റ് എടുക്കുന്നു, പ്യുവർ ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് എടുക്കുന്നു. നമ്മൾ അയൺ ബാങ്കിലോട്ടാണ് കോട്ട് ചെയ്യുന്നത്. സോ ഒരു അയൺ ബാങ്കിൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് കോപ്പറാണ്, ഇതെന്ന് പറയുന്നത് അയൺ ബാങ്കിൾ. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അയൺ ബാങ്കിൾ എടുക്കുന്നു. നമ്മൾ ഏത് ലോഹമാണോ കോട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കും. സോ ദ കോപ്പർ പ്ലേറ്റ് ഓർ ദാറ്റ് ഈസ് കണക്റ്റഡ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ദ അയൺ ബാങ്കിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് കോട്ട് ചെയ്യുന്നത്, സോ ദാറ്റ് ഈസ് കണക്റ്റഡ് ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഏത് ലോഹമാണോ കോട്ട് ചെയ്യുന്നത് അത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എന്തിലേക്കാണോ കോട്ട് ചെയ്യുന്നത് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചു. ദെൻ നമ്മൾ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഹത്തിൻ്റെ salt solution. Here we use copper is coated over iron bangle. So the salt solution of copper is used as electrolyte. Here we use copper sulfate as electrolyte. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ എന്തായിട്ട് എടുക്കും, ഇലക്ട്രോലൈറ്റ് എടുക്കും. ഇവിടെ എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, മനസ്സിലായാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. എന്തിലേക്കാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചു. ദെൻ ഏത് ലോഹമാണോ കോട്ട് ചെയ്യുന്നത് ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോലൈറ്റ്. ഹിയർ വി കോട്ട് കോപ്പർ ഓവർ അയൺ ബാങ്കിൾ. സോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ്. Okay, then when electricity is passed through, when the switch is on, electricity is passed through the solution. അപ്പോൾ നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് Cu2+ അയോൺസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ പോസിറ്റീവ് അയോൺസ് എങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും, നെഗറ്റീവ് ഇലക്ട്രോഡായ അയൺ ബാങ്കിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഈ Cu2+ അയോൺസ്
നമ്മുടെ കാഥോഡിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് വരികയും അവിടെ വെച്ച് റിഡക്ഷൻ നടക്കുകയും ചെയ്യും. റിഡക്ഷൻ മീൻസ് നിരോക്സീകരണം നടക്കുകയും ചെയ്യും. റിഡക്ഷൻ മീൻസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. കോപ്പർ Cu2+ അയോൺസ് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. ഇവിടെ എന്തുണ്ടായി? കോപ്പർ ഉണ്ടായി. ആൻഡ് ദിസ് കോപ്പർ ഈസ് കോട്ടഡ് ഓവർ ദി അയൺ ബാങ്കിൽ. ഇങ്ങനെ കോപ്പർ എന്ത് ചെയ്യും? അയൺ ബാങ്കിൽ എന്ത് ചെയ്യും? കോട്ട് ചെയ്യപ്പെടും. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ എന്താ സംഭവിച്ചത്? When electricity is passed through the solution consists of Cu2+ ions which attract towards the ion bangle, that means cathode, and undergoes reduction. Reduction means gaining of electrons. As a result, copper is formed and this copper is coated over ion bangle. ഇവിടെ ഉണ്ടാകുന്ന കോപ്പർ എന്ത് ചെയ്യും? അയൺ ബാങ്കിലോട്ട് കോട്ട് ചെയ്യും. ദെൻ നമ്മുടെ പോസിറ്റീവ് ടെർമിനലായ കോപ്പർ റോഡ്, പ്യുവർ കോപ്പർ റോഡ്, that undergoes oxidation because നമുക്കറിയാം പോസിറ്റീവ് ടെർമിനൽ ആനോഡിനകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ആനോഡിനകത്ത് ഓക്സിഡേഷൻ നടക്കും. അതായത് ഈ കോപ്പർ റോഡിന് ഓക്സിഡേഷൻ സംഭവിച്ച് കോപ്പർ പ്ലേറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആസ് എ റിസൾട്ട് Cu2+ ions are formed. ഓക്കെ, ആ സൊല്യൂഷൻസിലോട്ട് നമ്മൾ Cu2+ ions നമ്മുടെ സൊല്യൂഷനിലോട്ട് ഇട്ടു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഓക്സിഡേഷൻ റിഡക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ആസ് എ റിസൾട്ട് കോപ്പർ ഈസ് കോട്ടഡ് ഓവർ അയൺ ബാങ്കിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ലോഹമാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഏത് ലോഹമാണോ കോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് കണക്ട് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അതുപോലെ ഏത് ലോഹത്തിലേക്കാണോ കോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് കണക്ട് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ എന്ത് നടക്കുന്നു? റിഡക്ഷൻ നടക്കും. പോസിറ്റീവ് ടെർമിനകത്ത് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കോപ്പർ എന്ത് ചെയ്യുന്നു? അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നിങ്ങൾ സിൽവർ ആണ് അയൺ ബാങ്കിൽ കോട്ട് ചെയ്യുന്നതെങ്കിലോ ഒന്ന് പറഞ്ഞു നോക്കി. ഇത് അയൺ ബാങ്കിലോട്ട് നമ്മൾ സിൽവർ ആണ് കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ അയൺ ബാങ്കിൽ ഈസ് കണക്ട് ടു ദി നെഗറ്റീവ് ടെർമിനൽ. സിൽവർ റോഡ്, എ പ്യുവർ സിൽവർ റോഡ് ഈസ് കണക്ട് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ശ്രദ്ധിക്കേണ്ട കാര്യം സോൾട്ട് സൊല്യൂഷൻ നമ്മുടെ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് a mixture of sodium cyanide and silver cyanide is used as electrolyte. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്ട് അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സിൽവറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സർ എടുത്തിട്ട് നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്ട് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സർ യൂസ് ചെയ്യും. സിൽവർ സയനൈഡിന് പകരം നമുക്ക് വേണമെങ്കിൽ സോഡിയം സയനൈഡിന് പകരം നമുക്ക് വേണമെങ്കിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സറാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കി. ഗോൾഡാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ കോപ്പറിന് പകരം നമ്മളിവിടെ എന്തെടുക്കും? ഗോൾഡിനെ എടുക്കും. ഇവിടെ നമുക്ക് അയൺ ബാങ്കിലോട്ട് ഗോൾഡ് കോട്ട് ചെയ്യാം. അപ്പോൾ കോപ്പറിന് പകരം നമ്മളിവിടെ എന്തിനെ എടുക്കും? ഗോൾഡിനെ എടുക്കും. ഇവിടെ അയൺ ബാങ്കിൽ തന്നെയാണ്. ദെൻ വാട്ട് ഈസ് എ സോൾട്ട് സൊല്യൂഷൻ? ആൻഡ് ഹിയർ വി ടേക്ക് സോൾട്ട് സൊല്യൂഷൻ ഓഫ് ഗോൾഡിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എടുക്കുന്നത്. ഗോൾഡിൻ്റെ സയനൈഡ് സൊല്യൂഷൻ എടുക്കുന്നത്. എ മിക്സർ ഓഫ് ഗോൾഡ് സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ്. സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും ചേർന്ന മിക്സറിനാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഏത് മെറ്റലിനെയാണോ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് മെറ്റൽ ഈസ് കണക്ട് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഈ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് കണക്ട് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൻ ആസ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, the metal to which it is coated that is connected to the negative terminal of the battery, the metal to be coated that is connected to the positive terminal of the battery, and its salt solution is taken as electrolyte. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ വൈദ്യുത ലേപനം എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞായിരുന്നു. ഗോൾഡ് കവറിംഗ് ഓർണമെൻറ്റ്സ്, ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ഉദാഹരണം എക്സാമ്പിളാണ്. ക്രോമിയം കോട്ടഡ് ഹാൻഡിൽ ബാർസ് എക്സാമ്പിളാണ്. സിൽവർ കോട്ടഡ് അയൺ നെയിൽസ് എക്സാമ്പിൾസ് ആണ്. അതുപോലെ നമ്മൾ വാഹനങ്ങളിലൊക്കെ ക്രോമിയം കോട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ എന്താണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. ഇത്രയുമായപ്പോൾ നമ്മുടെ ഈ തേർഡ് ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, സോ നന്ദി, നമസ്കാരം.